ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതിൽ UDF സർക്കാർ വരുമ്പോൾ നമ്മൾ അമ്മമാർക്കായി വനിതകൾക്കായി KSRTC ബസ്സിലേക്ക് സൗജന്യമായിട്ടുള്ള യാത്രയിലേക്ക് നമ്മൾ കടക്കും. ചിറയൻകീഴ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് പരീക്ഷണ യാത്ര നടത്തുന്നു. വനിതകൾക്ക് സൗജന്യമാണ് യാത്ര. നമുക്കറിയാം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന ഗ്യാരണ്ടികളാണ്. അതില് കേരളത്തിലെ അമ്മമാർ ഏറ്റെടുത്ത അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് KSRTC ബസ്സുകളിലേക്ക് UDFന്റെ സർക്കാർ അധികാരത്തിലെത്തിയാൽ സൗജന്യ യാത്രയായിട്ട് UDF ഗവൺമെന്റ് വരുമ്പോൾ ഇതുപോലെ ഇതിനും ഭംഗിയായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. രമ്യ ഹരിദാസിനോടൊപ്പം ഞങ്ങൾ തലയും കയറും മുറുക്കി ഇറങ്ങും. രമ്യ ഹരിദാസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ബസ് പരീക്ഷണ യാത്രയിൽ ഇലക്ഷൻ സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. അശ്വിൻ ഡിയാഗോ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അശ്വിൻ, നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അവിടെ സ്ത്രീകൾക്ക് പൂർണ്ണ സൗജന്യമായി യാത്രയൊരുക്കുകയാണെന്നുള്ളത്. ആ സൗജന്യം നൽകൽ ചട്ടലംഘനമാണോ എന്നാണോ പരിശോധന? സഹായിക്കണം, പ്രാർത്ഥനയുണ്ടാകണം. സ്ത്രീകൾക്ക് യാത്ര സൗജന്യം, അതിന്റെ ഒരു ട്രയൽ റണ്ണായാണ് ചിറയൻകീഴ് മുതൽ കോരാണി വരെ ഈ കാണുന്ന സ്വകാര്യ ബസ്സിൽ ഇന്ന് വനിതാ യാത്രക്കാർക്ക് സൗജന്യമായി യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ ഇത് നിയമ ലംഘനമാണ്, മാത്രമല്ല പെരുമാറ്റച്ചട്ടത്തിനെതിരാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയതാണ്. ഇത് ഇന്നും ഒരാഹാരം പോലും കഴിക്കാൻ നമുക്കില്ല. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയാൻ ആളെയല്ല. ഈ യാത്രയിൽ ആരും തന്നെ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വനിതകൾക്ക് വേണ്ടി സൗജന്യമായി കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ബസ് യാത്ര എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ബസ് ഇലക്ഷൻ സ്ക്വാഡ് ഇവിടേക്ക് എത്തി പരിശോധന നടത്തി ബസ് ഇവിടെ നിന്ന് ഇനിയും പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ വളരെ സന്തോഷം തോന്നുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതിൽ UDF സർക്കാർ വരുമ്പോൾ നമ്മൾ അമ്മമാർക്കായി വനിതകൾക്കായി KSRTC ബസ്സിലേക്ക് സൗജന്യമായിട്ടുള്ള യാത്രയിലേക്ക് നമ്മൾ കടക്കും. ഇപ്പൊ പ്രതീക്ഷയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്.